നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വിലയിരുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വരുന്ന 30-ാം തീയതി, അതായത് ഈ മാസത്തിന്റെ അവസാനം നവംബർ 30-ാം തീയതി ഒരു പരീക്ഷ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ പരീക്ഷ എഴുതുന്ന തിരുവനന്തപുരം ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലെയും ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് മുൻപ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അവഗാഹം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ ഈ 3 ജില്ലകളിലാണ് പരീക്ഷ നടക്കുന്നത്. മറ്റ് ജില്ലകളിലെ പരീക്ഷകൾ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇത് 3-ാമത്തെ ഘട്ടമാണ്. ഇനി ഒരു ഘട്ടം കൂടിയാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന പരീക്ഷ എഴുതുവാൻ പോകുന്ന മത്സരാർത്ഥികൾ പ്രത്യേകമായിട്ടും 1ഉം 2ഉം ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷകൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടായിരിക്കും പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ ആ കണക്കിന്റെ മേഖല അല്ല മെന്റലബിലിറ്റിയുടെ മേഖല എന്ന് പറയുന്നത് 20 ചോദ്യങ്ങൾ സമാനമായ മേഖലയിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയിലെത്താം. അത് നല്ല രീതിയിൽ നോക്കുക. പിന്നീട് 80 ചോദ്യങ്ങളോളം വരുന്നത് ജനറൽ നോളജിന്റെ മേഖലയാണ്. അതും ഏകദേശം തന്നിരിക്കുന്ന സിലബസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഒരല്പം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു മേഖലയാണ്. അത് ചിലപ്പോൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവിടെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പത്രങ്ങളിൽ വായിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്ന ചില കാര്യങ്ങളെ കുറിച്ചായിരിക്കാം ചോദ്യം വരിക. അതുകൊണ്ട് ആ ഒരു മേഖല മാത്രമായിരിക്കും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാനായിട്ട് സാധിക്കാത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാവണം. കാരണം നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷ വെറുതെ പോയി എഴുതുക എന്നതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. റാങ്ക് പട്ടികയിൽ എങ്ങനെയെങ്കിലും ഇടം പിടിക്കുകയും ആ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ജോലി കിട്ടുവാൻ പര്യാപ്തമായ അല്ലെങ്കിൽ ഒരു നിയമനം ലഭിക്കുവാൻ പര്യാപ്തമായ ഒരു മാർക്ക് ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തോടുകൂടി പോകുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്വയം വിലയിരുത്തി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട് എന്ന അറിവ് അല്ല പ്രധാനമായിട്ട് വരുന്നത്, കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവാണ് പ്രധാനം. അപ്പോൾ അറിവല്ല, തിരിച്ചറിവാണ് പ്രധാനം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 3 ജില്ലകളിലെയും കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയുടെയും അതിന്റെ ആ ഒരു റാങ്ക് പട്ടികയുടെയും ഇത്തവണ അപേക്ഷിക്കുന്ന ആളുകൾ എങ്ങനെയാണ്, എത്രത്തോളം ആൾക്കാരുണ്ട്, പരീക്ഷ ഏത് നിലവാരത്തിലാകും എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നോക്കിയാൽ ജില്ല ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയുണ്ട്, കോട്ടയം ജില്ലയുണ്ട്, തൃശ്ശൂർ ജില്ലയുണ്ട്. ഈ 3 ജില്ലകളിലായിട്ടാണ് ഈ പരീക്ഷ 30-ാം തീയതി നടക്കുന്നത്. അല്ലെ, 30/11/2024 ഈ 3 ജില്ലകളിലുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നു? യോഗ്യത ഉള്ളവരെ യോഗ്യത ഇല്ലാത്തവരെ കയറി അങ്ങ് അപ്ലൈ ചെയ്ത് കളയും. പിന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് പലർക്കും തോന്നുന്നത്, എടാ വേണ്ടിയിരുന്നില്ല, എനിക്കിതിനുള്ള യോഗ്യത ഇല്ലായിരുന്നു, ഞാൻ കയറി അപ്ലൈ ചെയ്ത് പോയല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കൺഫർമേഷൻ കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും യോഗ്യതയുള്ള ആൾക്കാരായിരിക്കും എന്നുള്ള ധാരണയിലായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കുന്ന ആൾക്കാരുടെ ഏകദേശം ഒരു പകുതിയോളം ആൾക്കാരൊക്കെ മാത്രമേ, അല്ലെങ്കിൽ ഒരു അപേക്ഷിക്കുന്നതിന്റെ ഒരു 60% ആളുകളൊക്കെ മാത്രമേ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെ, നോക്കിക്കേ, 72,617 ആളുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തത്. പക്ഷെ കൺഫർമേഷൻ കൊടുത്തപ്പോഴോ അത് 47,804 പേരായി കുറഞ്ഞു. ഇനിയോ 11,836 പേരാണ് എവിടെ അപ്ലൈ ചെയ്തത്? കോട്ടയം ജില്ലയിൽ അപ്ലൈ ചെയ്തത്. അതിൽ 12,016 പേര് എന്ന നിലയിലേക്ക് കൺഫർമേഷൻ കിട്ടിയ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഇനി 29,876 പേരുണ്ട്. അതെവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് അവർ അപ്ലൈ ചെയ്തത്. തൃശ്ശൂർ ജില്ലയിൽ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 29,876 ആണ്. അവിടെ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ എന്ന് പറയുന്നത് 11,906 പേർ മാത്രമാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തത്. ഇനി പരീക്ഷ നടക്കുന്ന 30-ാം തീയതി ഈ പരീക്ഷാ ഹാളിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു 60% ആയിരിക്കും നമുക്ക് കണക്കാക്കാം. അല്ലെ, അതായത് ഏകദേശം ഒരു 12,000-ഓളം ആൾക്കാർ മാത്രമേ തൃശ്ശൂർ ജില്ലയിൽ എത്തുകയുള്ളൂ എന്ന് കണക്കാക്കാം. അതേപോലെ ഒരു 10,000-ൽ താഴെ ആളുകൾ മാത്രമേ കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതുവാനായിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നും, അതേപോലെ തന്നെ ഒരു 30,000-ഓളം ആൾക്കാർ മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതുവാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ പരീക്ഷ നമ്മൾ എഴുതേണ്ടുന്നത്, അല്ലെങ്കിൽ ആ പരീക്ഷയെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടുന്ന കാര്യം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ തവണ നടന്ന പരീക്ഷ ഉണ്ടല്ലോ, ആ കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയിൽ എത്രത്തോളമായിരുന്നു ഓരോ ജില്ലയിലും വന്ന കട്ട് ഓഫ് മാർക്കുകളെന്നും
എത്രത്തോളം ആൾക്കാരെയാണ് അവിടുത്തെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്ന് നമ്മളൊന്ന് പരിശോധിക്കാം അല്ലെ. തിരുവനന്തപുരം ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 69 മാർക്കാണ്. താരതമ്യേന കൂടുതൽ സർക്കാർ ഓഫീസുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഏറ്റവും വലിയ റാങ്ക് പട്ടിക വരുന്ന ജില്ലയുമാണ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69 മാർക്ക് ആയിരുന്നു. ഇനി നമ്മൾ കോട്ടയം ജില്ലയെ നോക്കിയാലോ. കോട്ടയം ജില്ലയിൽ ഏകദേശം 427 ആൾക്കാരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 67 മാർക്കായിരുന്നു. ഇനിയോ തൃശൂർ ജില്ല നോക്കിയാൽ 699 ആൾക്കാരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടത്. അവിടെ പക്ഷേ 70.33 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ഏകദേശം 69-70% മാർക്ക് നേടിയ ആളുകളാണ് കഴിഞ്ഞ വർഷം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ പോകുമ്പോൾ പരീക്ഷ എഴുതുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു മാർക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. കാരണം ഏകദേശം ഇതേ മാർക്ക് തന്നെ അതല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു 5 മാർക്ക് വരെ ചിലപ്പോൾ മാർക്ക് വർദ്ധിക്കാനിടയുണ്ട് എന്ന ചിന്താഗതിയോട് കൂടി വേണം പരീക്ഷ എഴുതാൻ. കാരണം 3 വർഷങ്ങൾക്ക് മുൻപ് ഈ മാർക്കായിരുന്നു റാങ്ക് നിർണ്ണയിക്കുന്നതിന് തിരഞ്ഞെടുത്ത മാർക്ക് എന്നുണ്ടെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള ഒരു പുരോഗതി 5 മുതൽ 10% വരെ വർധനവുണ്ടാകും എന്നുള്ളത് കണക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ 70 മാർക്കിന്റെ 10% എന്ന് പറയുമ്പോൾ 7 മാർക്കാണ്. അതുപോലെ 67 മാർക്കിന്റെ 10% എന്ന് പറയുന്നത് 6.7 അപ്പൊ നോക്കിയാല് ഈ പറഞ്ഞ കോട്ടയം ജില്ലയിലേക്ക് ഏകദേശം ഒരു 75-ൽ താഴെയായിരിക്കും വരുന്നത്. അതേപോലെ നമ്മുടെ തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലയ്ക്കാണെങ്കിൽ ഒരു 76-77 റേഞ്ചിന്റെ ഉള്ളിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ റാങ്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള മാർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ്. ഒരാളും പാനിക് ആകേണ്ട കാര്യമില്ല. കാരണം ഇത് ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന പരീക്ഷയാണ്. നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും മിടുക്കരായിട്ടുള്ള ഏകദേശം ഒരു 500-ന് മുകളിൽ ആളുകളെങ്കിലും റാങ്ക് പട്ടികയിൽ വരും. അപ്പൊ സ്റ്റേറ്റ് വൈഡ് നിയമനമല്ല ഇവിടെയുള്ളതെന്ന് ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നല്ല ഭംഗിയായ രീതിയിൽ പഠനം നടത്താനായിട്ടൊരു ശ്രമമാണ് നിങ്ങൾ ഓരോരുത്തരും നടത്തേണ്ടത്. അപ്പോൾ ഈ 30-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.